ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന അയ്യങ്കാളി 1863 ഓഗസ്റ്റ് മാസം 28 ജനിച്ചത്. ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പെരുങ്കാട്ടുവിള. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പെരുങ്കാട്ടുവിളയിലാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം പ്ലാവത്തറ വീട്. അപ്പോൾ പ്ലാവത്തറ വീടാണ് ജന്മഗൃഹം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അയ്യൻ, മാതാവിൻ്റെ പേര് മാല. അപ്പം അയ്യൻ, മാല എന്നിവരാണ് മാതാപിതാക്കൾ. ഭാര്യയുടെ പേര് ചെല്ലമ്മ. അയ്യങ്കാളിയെ ബാല്യകാലനാമം കാളി എന്നായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പേര് അയ്യൻ, ബാല്യകാലനാമം കാളി, ഇദ്ദേഹത്തിൻ്റെ പേര് അയ്യങ്കാളി. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാം. അദ്ദേഹം അന്തരിച്ചത് 1941 ജൂൺ മാസം 18 ഇദ്ദേഹം അന്തരിച്ചത്. മറ്റ് വിവരങ്ങളിലേക്ക് പോകാം. കേരള നവോത്ഥാനത്തിലെ പ്രമുഖ ദളിത് നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു അയ്യങ്കാളി. അപ്പോൾ കേരള നവോത്ഥാനത്തിലെ പ്രമുഖ ദളിത് നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും അയ്യങ്കാളിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അപ്പോൾ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ്. ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനും അയ്യങ്കാളിയാണ്. അപ്പോൾ ആർക്കാണ്? ദളിതർക്ക് പൊതുനിരത്തിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. ഈ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അപ്പോൾ 1893 ഈ പ്രശസ്തമായിട്ടുള്ള വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തിയത് വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെ. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം 1905. അപ്പോൾ പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം 1905. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് 1909 നേതൃത്വം നൽകിയ വ്യക്തി അയ്യങ്കാളിയായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം. ഈ കർഷക സമരത്തിൻ്റെ മുദ്രാവാക്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നായിരുന്നു 1909 കർഷക സമരത്തിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഈ കർഷക സമരത്തിലേക്ക് അയ്യങ്കാളിയെ നയിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് അവശ വിഭാഗങ്ങളിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം സംബന്ധിച്ചാണ് ഈ കർഷക സമരം നടത്തിയത്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1911 ഡിസംബർ 5. അപ്പം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് 1911 ഡിസംബർ 5. കുറച്ച് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി 1907 സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ഇതിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണ് 1913. ഇതിൻ്റെ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ഇതിൻ്റെ പത്രാധിപരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അതിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി 1913. ഇനി നമ്മൾ പറഞ്ഞു ശ്രീമൂലം പ്രജാസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് 1911 ഡിസംബർ 5 പറഞ്ഞു. അതിലേക്ക് അംഗമായ ആദ്യത്തെ ദളിത് വംശജനാണ് അയ്യങ്കാളി. അയ്യങ്കാളി ആദ്യമായി ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് 1912 ഫെബ്രുവരി 27. അപ്പോൾ 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. 1912 ഫെബ്രുവരി 27 ആദ്യമായി അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗിച്ചു. പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയും ഇദ്ദേഹമാണ്.
തുടർച്ചയായി ഇദ്ദേഹം 28 വർഷം ശ്രീമൂല പ്രജാസഭയിൽ അംഗമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾക്ക് തുല്യ അവകാശം ആവശ്യപ്പെട്ട് 1912 അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ VJT ഹാളിലാണ്. 1912 എന്ത് ചെയ്തത്? ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തി. എന്തിനു വേണ്ടിയിട്ട്? അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾക്ക് തുല്യാവകാശം ആവശ്യപ്പെട്ട് 1912 അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തിയിട്ടുണ്ട്. VJT ഹാളിൽ, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ നടത്തിയിട്ടുണ്ട്. ഈ VJT ഹാളിന് അയ്യങ്കാളിയുടെ 157ാം ജന്മവാർഷികത്തിൽ VJT ഹാളിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി ഹാൾ എന്നാണ്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി ഹാൾ എന്നാണ് നമ്മുടെ VJT ഹാളിൻ്റെ പുതിയ പേര്. അടുത്തത് നെടുമങ്ങാട് ചന്തലകളെ കുറിച്ചാണ് വരുന്നത്. ഇത് നടത്തിയത് 1912 നെടുമങ്ങാട് ചന്തലഹള നടന്നത്. അയ്യങ്കാളിയാണ് നേതൃത്വം നൽകിയത്. ഇതിന് കാരണമെന്ന് പറയുന്നത് അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള. അടുത്തൊരു വിശേഷണം കൂടെ വരാം. 1912 ബാലരാംപുരത്ത് വെച്ച് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. KM ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1912 ബാലരാംപുരത്ത് വെച്ചായിരുന്നു. പെരിനാട് സർവ്വസമുദായ സമ്മേളനം നടന്നത്. പെരിനാട് സർവ്വസമുദായ സമ്മേളനം നടന്നത് 1915. ആ പെരിനാട് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1930. ഗാന്ധിയുടെ ഏറ്റവും അവസാനത്തെ വരവാണ് 1937. അപ്പോൾ ആ 1937 ഗാന്ധിജി അയ്യങ്കാളിയും വെച്ച് കണ്ടുമുട്ടുന്നത് വെങ്ങന്നൂരിൽ വെച്ചിട്ട്. മറ്റ് കാര്യങ്ങൾ കൊണ്ടുവരാം. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് എന്താണ്? പാഞ്ചജന്യം. ഈ അയ്യങ്കാളി സ്മാരകം എന്ന് പറയുന്നത് ചിത്രകൂടമാണ്. അപ്പം അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. സ്മാരകം എന്താണ്? ചിത്രകൂടം ആണ് അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ പ്രതിമ 1980 തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ്. അപ്പം അയ്യങ്കാളിയുടെ പ്രതിമ എവിടെയാണ്? തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ. 1980 ഇത് ഇന്ദിരാഗാന്ധി അനാച്ഛാദനം ചെയ്തു. രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ്. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ തപാൽ വകുപ്പ് എന്ത് ചെയ്തു? അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ചത് 2010. അപ്പോൾ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ചത് 2010. അയ്യങ്കാളിയുടെ പേരിലൊരു ചെയർ ആരംഭിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയാണ് അയ്യങ്കാളിയുടെ പേരിലൊരു ചെയർ ആരംഭിച്ചത്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂർ അയ്യങ്കാളി ഭവൻ. അപ്പോൾ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശ്ശൂർ. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റിലേക്ക് പോവുകയാണ്. പുലയലഹള. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടയുകയും സ്കൂളിന് തീയിടുകയും ചെയ്തതിനെതിരെ നടന്ന ലഹളയാണ് പുലയലഹള. അപ്പം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരൂട്ടമ്പൽ സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ എന്ത് ചെയ്തു? തടഞ്ഞ് എന്നിട്ട് സ്കൂളിൽ തീയിട്ടു. അതിനെതിരെ നടന്ന ലഹളയാണ് പുലയലഹള. ഇത് നയിച്ചത് അയ്യങ്കാളി തന്നെയാണ്. 1915 പുലയലഹള നടന്നത്. അപ്പോൾ പുലയലഹള 1915, കൊല്ലവർഷം 1090. ഇതിൻ്റെ മറ്റ് പേരുകൾ ഓർത്ത് വെച്ചേക്കണം. ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള. അപ്പോൾ 1090 അപ്പോൾ 1090 എന്നുള്ള കൊല്ലവർഷം വെച്ചിട്ട് 90-ാം ആണ്ട് ലഹളയെന്നും ഊരൂട്ടമ്പൽ ലഹള, കാര്യം ഊരൂട്ടമ്പൽ സ്കൂളിലേക്ക് ചേർക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ചാണ് ലഹള ഉണ്ടായത്. അപ്പം ഊരൂട്ടമ്പൽ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് പുലയലഹളയാണ്. ഈ ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂൾ. അപ്പോൾ അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂൾ എന്നാണ് ഇതിൻ്റെ പുതിയ പേര്. അടുത്തൊരു കാര്യം പറയാം. പെരിനാട് ലഹള, കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹളയെക്കുറിച്ചാണ് പറയുന്നത്. പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കഴുത്തിലും കാതിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അക്കാലത്ത് അണിഞ്ഞിരുന്നത്. കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു അക്കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കഴുത്തിലും കാതിലൊക്കെ ജാതിയുടെ അടയാളമായിട്ട് അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ 1915
കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണജാതിപ്പെട്ടവരെ പോലെ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ഇവർ നേടിയെടുക്കുകയും ചെയ്തതാണ് 1915 കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഇത് പെരിനാട് എന്ന് പറയുന്നത് കൊല്ലത്താണ്. കൊല്ലം പെരിനാടാണ് സമര കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലുമാല സമരം പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. 1915 തന്നെ 2 കാര്യങ്ങൾ വരുന്നു. ഏതാണ്? പുലിയ ലഹള വരുന്നു, അതുപോലെ പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം വരുന്നു. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ഇ.കെ. നായനാരാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവും അയ്യങ്കാളിയാണ്. അപ്പം പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി, ഇന്ത്യയുടെ മഹാനായ പുത്രൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇ.കെ. നായനാർ, ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ഇനി ഒരു കാര്യം പറഞ്ഞു നിർത്താം, അയ്യങ്കാളിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ. അപ്പം 2 പുസ്തകങ്ങൾ ടി.എച്ച്.പി. ചെന്താരശ്ശേരി എഴുതിയ 2 പുസ്തകങ്ങൾ അറിയണം. കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി, അതുപോലെ അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ. ഇത് രണ്ടും എഴുതിയത് ടി.എച്ച്.പി. ചെന്താരശ്ശേരിയാണ്. 2 പുസ്തകങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി, അതുപോലെ അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ. മറ്റൊരു പുസ്തകം അയ്യങ്കാളി ജീവിതവും ഇടപെടലുകളും. അപ്പോൾ അയ്യങ്കാളി ജീവിതവും ഇടപെടലുകളും എഴുതിയത് എം.ആർ. വേണുകുമാറാണ് എഴുതിയത്. അടുത്തത് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം എഴുതിയത് വി.എസ്. അച്യുതാനന്ദനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം എഴുതിയത് വി.എസ്. അച്യുതാനന്ദനാണ്. മറ്റൊരു പുസ്തകം അയ്യങ്കാളി എ ലീഡർ ഓഫ് ദി ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് എം. നിസാർ, മീന കന്ദസ്വാമി എന്ന് ചേർന്നാണ്. അയ്യങ്കാളി എ ലീഡർ ഓഫ് ദി ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് എം. നിസാർ, പിന്നെ മീന കന്ദസ്വാമി. ഇത്രയുമാണ് അയ്യങ്കാളിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ.